തൊഴിലാളി യൂണിയനുകൾ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ആക്രമണങ്ങളും ഭീഷണിയും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം മുളുന്തിരുത്തി പ്രദേശങ്ങളിൽ പൊതുവെ സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു. ഈ ദേശീയ പണിമുടക്കിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഔട്ട്ലൈൻ കേരള ടിവിയോട് പ്രതികരിച്ചു. അപ്പോൾ നമ്മുടെ ദേശീയ പണിമുടക്ക് കാരണം സാധാരണക്കാർക്ക് എത്രത്തോളം അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ, അപ്പോൾ ഇന്ന് പണിമുടക്കാണ്, അത് നമുക്ക് എത്രത്തോളം ബാധിക്കുന്നുണ്ടുള്ള എന്താണ് നിങ്ങളൊരു അഭിപ്രായം? പണി മുടക്കുന്നത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡെയിലി പണിയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്. ഇതിൽ ഇന്ന് എനിക്ക് പണിക്ക് പോയിട്ട് എൻ്റെ കുടുംബം വളർന്നു പോകും. ഇത് ഒരു രക്ഷയില്ല, വെറുതെ ഒരു പണി മുടക്കും. സാധാരണക്കാരെ വലയ്ക്കുന്ന ഒരു പണിമുടക്ക്, ആ വലയ്ക്കുന്നത് കാരണമില്ലാത്ത ഒരു പണിമുടക്ക്. ചേട്ടൻ ഈ പണിമുടക്കിനെ അനുകൂലിക്കുന്നുണ്ട്? ഞാൻ അനുകൂലിക്കുന്ന ആളാണ്. കാരണം നിലവിലുള്ള ലേബർ കോഡുകളും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രീതിയും അതുപോലെ തന്നെ ഇപ്പോൾ നിയമങ്ങളെല്ലാം പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൊഴിലാളികളുടെ തൊഴിൽ സമയം തന്നെ കൂട്ടുന്ന രീതിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറേണ്ട സമയമായിട്ടുണ്ട്. അതൊക്കെ മാറ്റേണ്ട സമയം തന്നെയാണ്. കാരണം ഒരു തൊഴിലാളി, ഒരു സ്ത്രീ ഇപ്പോൾ നിലവിൽ 10 മണിക്കൂർ ഇപ്പോൾ നിലവിൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. അത് 10 മണിക്കൂറാക്കുമ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പോലും നടക്കാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ആ രീതിയിലൊന്നും ജോലി ചെയ്യാനായിട്ട് ഒരു തൊഴിലാളിയെ നിർബന്ധിക്കേണ്ട കാര്യം തന്നെയില്ല. അപ്പോൾ എല്ലാ മേഖലയിലും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിൽ ഇതൊരു ആവശ്യം തന്നെയാണ്. കഴിഞ്ഞ വർഷവും വർഷങ്ങളായിട്ടിപ്പോൾ നിലവിലിങ്ങനെ ഒരു ദിവസം പണിമുടക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതുപോലെയുള്ള രീതികളെല്ലാം മാറ്റണം. ഈ കടുംപിടുത്തം മാറ്റി നിലവിലുള്ള ലേബർ കോഡുകളെല്ലാം മാറ്റി തൊഴിലാളികൾക്ക് അനുകൂലമായ രീതിയിൽ അത് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഹർത്താലിൽ വലയുന്ന നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അതിഥി തൊഴിലാളികളാണ്. നമുക്ക് അവരോട് അവരുടെ ഒരു അഭിപ്രായം ചോദിക്കാം. ഭയ്യ, ഹർത്താൽ प्रॉब्लम है ना? मेरे को इधर पहली बार आया हूँ. इधर जब से आज सुबह देखा कोई न दुकान खुला है. मैं होटल पे खाना खाता था. आज खाना भी अभी कुछ नहीं खाया, थोड़ा बहुत नाश्ता किया है. सारा दिन सोया था इधर. फिर अभी आया तो मैं सोचा कि जाऊँ कुछ नाश्ता पानी करके आऊँ. इधर कोई दुकान ही नहीं, को उजड़ा एकदम वो दिख रहा है. പൊതു പണിമുടക്ക് ഇത് നേരത്തെ പ്രഖ്യാപിച്ച മെയ് 28-23 എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അത് നമ്മുടെ അന്ന് ബൽഖാമിലെ യുദ്ധവും പാകിസ്ഥാനുള്ള യുദ്ധം സംബന്ധിച്ച് മാറ്റിവെച്ച് അന്ന് മാറ്റിവെച്ചു. അതിപ്പോൾ ഒരു മുൻകൂട്ടി പ്രഖ്യാപിച്ച ഇതാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ അത് ഈ പൊതു പണിമുടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ വർഷവും ഈ സമയങ്ങളുണ്ടാകുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ മുൻകൂട്ടി അറിയിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഇതിപ്പോൾ ഈ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങും. പക്ഷേ ഈ പണിമുടക്ക് കിടക്കുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പണിമുടക്ക് നടത്തുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പണിമെടുക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളും നമ്മൾ അതിനോട് സഹകരിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഇതിലൊന്നും എനിക്ക് പറയാനില്ല. കടകളും മറ്റ് സ്ഥാപനങ്ങളും അടപ്പിച്ച തൊഴിലാളി യൂണിയനുകൾ കാഞ്ഞിരമറ്റത്ത് പ്രവർത്തിക്കുന്ന ബാർ എന്തുകൊണ്ട് അടപ്പിക്കുന്നില്ല എന്ന ചോദ്യം നാട്ടുകാർ ഉന്നയിച്ചു. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.